ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ താമസമെന്തേ വരുവാൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ഒന്നല്ലൊരു കോടി മാവേലിമാർ. കപ്പ കുഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഓണമാഘോഷിക്കയാണു ഞങ്ങൾ, പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ. മലവിണ്ടു കീറിത്തിളച്ചു സമസ്തവും, പ്രളയപ്പെരുങ്കാളി ചുട്ടുതിന്നു. മണ്ണിനടിയിൽ പിടയുന്നിതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ. മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തുമലച്ചു കുരുതിയാറ്റിൽ. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല, ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു. ഉത്രാടരാവിലെ പാൽ നിലാവേ, ഒക്കെ നിനക്കറിവുള്ളതല്ലേ. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടോ. ആയിരമായിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ. ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം, മർത്യജീവിതമെന്നൊരുയിർപ്പുഗാനം. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം കവിത ചൊല്ലാം എന്നതാണ്. കവിത ആദ്യം മൗനമായി വായിക്കൂ. തുടർന്ന് ഗ്രൂപ്പുകളായി ഈണത്തിൽ ഒന്നിച്ചു ചൊല്ലൂ. എല്ലാം ഒഴുക്കിക്കൊണ്ടുപോകുന്ന പെരും പ്രളയകാലത്തിൻ്റെ സൂചനകൾ കവിതയിലുണ്ട്. വരികൾ കണ്ടെത്തി ചൊല്ലൂ. മലവിണ്ടു കീറിത്തിളച്ചു സമസ്തവും, പ്രളയപ്പെരുങ്കാളി ചുട്ടുതിന്നു. മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തുമലച്ചു കുരുതിയാറ്റിൽ. വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു. ഈ വരികളൊക്കെയാണ് പെരും പ്രളയകാലത്തിൻ്റെ സൂചനകൾ നൽകുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. കവിതയുടെ ഉള്ളറിയാം. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല, ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. പൂക്കളെ കണ്ടിട്ട് നമുക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ. ദുരന്തം പെയ്തിറങ്ങിയ മഹാപ്രളയകാലം കഴിഞ്ഞ് മനസ്സ് നുറുങ്ങിയിരിക്കുകയാണ് മലയാളികൾ. ഉറ്റവരെയും പ്രിയപ്പെട്ടതൊക്കെയും നഷ്ടപ്പെട്ട അവർക്കൊന്നും തന്നെ സന്തോഷം നൽകുന്നില്ല. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണം പോലും ആഘോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മെ നോക്കി ചിരിക്കുന്ന കാക്കപ്പൂവിനെയും തുമ്പപ്പൂവിനെയും നോക്കി ചിരിക്കാൻ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കാക്കപ്പൂവിനോടും തുമ്പപ്പൂവിനോടും ക്ഷമ ചോദിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. കൊളാഷ്. ദുരന്തങ്ങളിലും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെക്കുറിച്ച് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം. അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിക്കൂ. കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് തയ്യാറാക്കൂ. ഉദാഹരണമായി ഒരു കൊളാഷ് നൽകിയിട്ടുണ്ട്. കൂടുതൽ ചിത്രങ്ങൾ ചേർത്ത മനോഹരമായ കൊളാഷുകൾ നിർമ്മിക്കുക. അടുത്ത പ്രവർത്തനം വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടു. ആയിരമായിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ. ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം, മർത്യജീവിതമെന്നൊരു ഉയർപ്പുഗാനം. ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത നൽകുന്ന സന്ദേശമെന്ത്? ഈ വരികൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ പ്രളയത്തെ അതിജീവിച്ച കേരള ജനതയുടെ ഒരുമയെക്കുറിച്ചാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിൽ പറയുന്നത്. പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ വിഷമം ജീവിതത്തിലുണ്ടാകുമ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ വഴികളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നു. കേരളീയരെ തളർത്തിയ മഹാപ്രളയത്തിനു ശേഷം വന്ന ഓണത്തിനെ പോലും വേണ്ട വിധം വരവേൽക്കാൻ മലയാളിക്ക് കഴിയുന്നില്ല. ഉറ്റവരെയും ഉടയവരെയും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്
നമ്മൾ കേരളീയർ ഒറ്റക്കെട്ടായി ജീവിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് ചുറ്റും നന്മ നിറഞ്ഞ ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ടാണ്. യാതൊരു വിവേചനവുമില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് വിജയഗാഥകൾ പാടാനും ജീവിത വിജയം നേടാനും കഴിയും എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്.